ഖാലിദ് റഹ്മാൻ എഴുതി സംവിധാനം ചെയ്ത നസ്ലീൻ നായകനായ ആലപ്പുഴ ജിങ്കാന ഈ സിനിമ തിയേറ്ററിൽ വളരെയധികം മികച്ച വിജയം നേടുകയാണ്. ഒരുപക്ഷെ തുടരും സിനിമ കഴിഞ്ഞാൽ ഈ വർഷത്തില് ഓഫീസർ ഓൺ ഡ്യൂട്ടി കഴിഞ്ഞാൽ ഏറ്റവും അധികം കളക്ഷൻ നേടിയ സിനിമ, ഒരുപക്ഷെ രണ്ടാമതോ മൂന്നാമതോ നിൽക്കുന്ന കളക്ഷൻ നേടിയ ഒരു സിനിമയായിട്ട് തിയേറ്ററിൽ ഗംഭീര വിജയം കൂടിയായിരുന്നു ഈ സിനിമ. ഈ സിനിമ പക്ഷെ OTT എത്തുമ്പോൾ ഒരുപാട് ബാക്ക്ലാഷ്, അത് ഒരു ഇതുപോലെ തന്നെയാണ് ഈ സിനിമ. അതുപോലെ രോമാഞ്ചം എന്നുള്ള സിനിമ ശരിക്കും പറഞ്ഞാൽ OTT വരുമ്പോൾ ഭയങ്കരമായിട്ട് ബാക്ക്ലാഷ് ചെയ്യപ്പെടുകയുണ്ടായി. വർഷങ്ങൾക്ക് ശേഷം OTT വരുമ്പോൾ ഇതുപോലത്തെ ചില നെഗറ്റീവ് പ്രതികരണങ്ങളുണ്ടായി. എന്താണ് ഈ സിനിമയ്ക്ക് കാര്യത്തിൽ സംഭവിച്ചത്? ഈ സിനിമ കാണാത്തവരുണ്ടെങ്കിൽ സിനിമ ഇപ്പോൾ സോണി ലെവലിൽ ലഭ്യമാണ്. ഈ സിനിമ എന്ന് പറയുന്നത് ഒരു കൂട്ടം ചെറുപ്പക്കാരെ അവര് ഗ്രേസ് മാർക്കിന് വേണ്ടി ബോക്സിംഗ് പഠിക്കാൻ പോവുകയും ആലപ്പുഴയിലുള്ള ഒരു ബോക്സിംഗ് സെന്ററിൽ കോട്ടൺ നസീർ നടത്തുന്ന ബോക്സിംഗ് സെന്ററിലേക്ക് പോവുകയും അവിടെ വെച്ചുണ്ടാകുന്ന അവര് ഇന്റർ സ്റ്റേറ്റ് അല്ലെങ്കിൽ ഇന്റർ ഡിസ്ട്രിക്ട് കോമ്പറ്റീഷനിലേക്ക് പോകുമ്പോൾ ഉണ്ടാകുന്ന രസകരമായ സംഭവങ്ങളാണ് ഈ സിനിമയിൽ പങ്കുവച്ചിരിക്കുന്നത്. നസ്ലീന്റെ കൂടെ തന്നെ ഗണപതിയും അതിശക്തമായ ഒരു റോൾ ചെയ്തിട്ടുണ്ട്. അപ്പൊ കൂടുതൽ പേരും ഇതിൽ സൂചിപ്പിക്കുന്ന ഗണപതിയുടെ കഥാപാത്രം കുറച്ചുകൂടെ ഡെവലപ്പ് ചെയ്യുമായിരുന്നു. ഗണപതിയുടെ കഥാപാത്രം പല സീനുകളിലും ശരിക്കും പറഞ്ഞാൽ നസ്ലീന്റെ കഥാപാത്രത്തെ ഓവർ പവർ ചെയ്യുന്ന പോലെ ഒരു ഹീറോ സെൻട്രിക് റോളിലേക്ക് വരുന്ന പോലെ വന്നു. പക്ഷെ അത് തന്നെയാണ് ഈ സിനിമയുടെ ഒരു പ്രത്യേകതയായിട്ടും തോന്നിയത്. ഞാനിത് തിയേറ്ററിൽ കണ്ടപ്പോൾ ശരിക്കും പറഞ്ഞാൽ അതിഗംഭീര സിനിമ എന്നല്ല, പക്ഷെ നന്നായിട്ട് ഫാമിലിയൊപ്പം കുട്ടികളുടെ ഒപ്പം ചിരിച്ച് എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു സിനിമ തന്നെയായിരുന്നു ആലപ്പുഴ ജിങ്കാന. അതിന്റെ സക്സസ് അത് തിയേറ്ററിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. ഈ സിനിമയ്ക്ക് നെഗറ്റീവ് വരാനുള്ള പ്രധാന ഒരു കാരണം ഈ സിനിമയുടെ കൂടെ വളരെ ഒരു സൂപ്പർ താരത്തിന്റെ സിനിമ ഇറങ്ങിയിട്ട് അത് ശ്രദ്ധിക്കപ്പെടാതെ അല്ലെങ്കിൽ വിചാരിച്ച ഒരു കളക്ഷൻ ആ സിനിമയ്ക്ക് ഉണ്ടാക്കാൻ പറ്റില്ല. ആ സിനിമയ്ക്ക് തന്നെ ഏതൊരു സൂപ്പർ താര സിനിമകളിലൂടെ ഇറങ്ങുന്ന ബാക്കി നടന്മാരുടെ സിനിമയ്ക്ക് ഒരു നെഗറ്റീവ് ക്യാമ്പയിനിങ് ഉണ്ടാവാറുണ്ട്. അത് ഇറങ്ങിയ സമയത്ത് തന്നെ ഈ സിനിമയ്ക്ക് ഉണ്ടായിരുന്നെങ്കിലും അതിനൊക്കെ അതിജീവിച്ച് ഗംഭീര കളക്ഷനായി. പക്ഷെ അത് OTT വരുമ്പോൾ അതേ നെഗറ്റീവ് അഭിപ്രായം വരുന്നു. ഇത് അഭിപ്രായം പലരുടെയും സ്വന്തമായിട്ടുള്ള ഒരു ഫീലാണ്. പക്ഷെ ഈ സിനിമ ഒരു തിയേറ്റർ വാച്ചിനുള്ളതാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. OTT കാണുമ്പോൾ നമുക്ക് ആ ഒരു മ്യൂസിക്കിന്റെയോ അതിന്റെയോ ഒന്നും ആ ഒരു ഫീൽ കിട്ടില്ല. ഇതൊരു ഗംഭീരമായ സൗണ്ടുള്ള സ്ക്രീനിൽ നല്ല രസകരമായിട്ടുള്ള വലിയ ലാർജ് സ്കെയിലിൽ ഒരുപാട് ക്രൗഡിന്റെ കൂടി ഇരുന്ന് കാണുമ്പോൾ നന്നായിട്ട് വർക്കായ ഒരു ചിത്രമാണ്. അതാണ് അതിന്റെ കളക്ഷൻ സൂചിപ്പിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ആലപ്പുഴ ജിങ്കാന കണ്ടവരാണോ, തിയേറ്ററിൽ കണ്ടവരാണോ? കണ്ടവരുണ്ടെങ്കിൽ കമന്റ് ചെയ്യൂ. OTT കണ്ടവർ എന്തുകൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ല എന്ന് കമന്റ് ചെയ്യുക.